അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 74 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞതെന്ത്? നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നത് എന്ത്? നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തെ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലർന്നു. തങ്ങളുടെ കുടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. ഇതാ, അവർ മഴുകൊണ്ടും ചുറ്റിക കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീവച്ചു. തിരുനാമത്തിൻ്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. നാം അവരെ നശിപ്പിച്ച് കളക എന്ന് അവർ ഉള്ളം കൊണ്ട് പറഞ്ഞു. ദേശത്തെ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു. വചനത്തെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ, ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത് എന്ന് ചോദിക്കുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? നമ്മളോട് ദൈവം മനസ്സറിയുന്നില്ലേ? കരുണ കാണിക്കുന്നില്ലേ? സ്തോത്രം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് എല്ലാം നേരെ തിരിച്ച് സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ഇഷ്ടത്തിന്, അങ്ങനെ നമ്മൾ എന്ത് തീരുമാനിച്ചിരിക്കുന്നു അതിനെല്ലാം നേരെ തിരിച്ച് നമുക്ക് സംഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും മാത്രമേ ഉള്ളൂ. ദൈവമായ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്, പ്രതികൂലങ്ങളാണ് ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ, ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്? നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നതും എന്ത്? നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രൈസ്തവ ലോകം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് ഇടയാകുന്നത്. ഇടയന്മാർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അത് നിമിത്തം ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറുവിലോ ദൈവമക്കളെ. വിശ്വാസ ജീവിതത്തിൽ നിന്ന് തകർത്തുടച്ച് കളയുന്ന പല അനുഭവങ്ങളും പലയിടത്തും സംഭവിക്കുമ്പോൾ വചനം കേൾക്കണം ദൈവമക്കളെ. വചനത്തിന് മാറ്റമില്ലല്ലോ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുകയല്ലോ ദൈവമക്കളെ. ഈ വചനത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നൊരനുഭവം. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ. അതെ, ശൂന്യമായ ഒരനുഭവമാണ്. അവിടേക്ക് നിന്റെ കാലടികൾ വെക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തെ സകലവും നശിപ്പിച്ചിരിക്കുന്നത്. ഒരു വിശുദ്ധ മന്ദിരത്തിൽ ശത്രു കയറി വന്നാൽ ദൈവഭയമില്ലാത്തവർ, ദൈവസ്നേഹമില്ലാത്തവർ, ദൈവത്തെ പഴിക്കുന്നവർ, ദൈവത്തെ ദൂഷിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തെ കൈക്കൊള്ളാത്തവർ, ശത്രുക്കളായിട്ടുള്ളവർ വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി വന്നാൽ അവർ സകലവും നശിപ്പിച്ച് തകർത്ത് കളയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ ദൈവമക്കളെ. വിശ്വസിക്കുന്ന ഒരു ദൈവവചനം ഇത് സഹിക്കാൻ പറ്റാത്തതുമാണ്. വചനം നമ്മളെ 4-ാം വാക്യം കേൾപ്പിക്കുന്നു. നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലർന്നു. ഇപ്പോൾ ശത്രു കയറി വന്ന് അലറുകയാണ്. എവിടെയാണ്? സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലർന്നു എന്ന വചനം. അപ്പോൾ അതിന് തക്കതായ പ്രശ്നം എന്തുവാകാം, ഏതുവാകാം. സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ ശത്രു വന്ന് അലറുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന മക്കൾക്ക് സമാഗമന സ്ഥലം വിശുദ്ധമാണ്, ശത്രുവിനോ അത് അശുദ്ധമാണ്. ശത്രു കയറി വന്നാൽ ഇതൊരു വിശുദ്ധ പർവ്വതമാണെന്നോ അല്ലെ വിശുദ്ധ സമാഗമനത്തിൻ്റെ നടുവിലാണ് ഇപ്പം താൻ നിൽക്കുന്നതെന്നോ ഇതൊന്നും അവർക്കില്ല ദൈവമക്കളെ. അവർ കയറി വന്നാൽ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരലർന്ന അവസ്ഥയാണ്. ശത്രുക്കൾ ചോദിക്കുക, ബഹളം വെക്കുകയാണ്, അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. വിഷയം എന്തുമായിരിക്കട്ടെ,
ഒരു വിശുദ്ധ പർവ്വതത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്ത് ശത്രു കയറി വന്ന് അലറുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. ക്രൈസ്തവ ലോകം നേരിടുന്ന മഹാകഷ്ടങ്ങൾ അതെ ഇതിന് സമയമായിരിക്കുന്നു. പല കാര്യങ്ങൾ ചോദിക്കാനും പറയാനും വരുന്നവരാ. ഇതെവിടെ നിന്നാണ് സംസാരിക്കുന്നത്, എവിടെ ആരോടാണ് സംസാരിക്കുന്നത്, അവർക്കതറിയത്തില്ല. പറയാനുള്ളവർക്ക് പറയണം, കേൾപ്പിക്കാനുള്ളവർക്ക് കേൾപ്പിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും പരിസരബോധം പോലും മറന്ന് സംസാരിക്കുമ്പോൾ ദൈവമേ, ദൈവഭയമില്ലാതെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുന്നൊരനുഭവം. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. എവിടെയാണ് നാട്ടിരിക്കുന്നത്? ശത്രു കയറി വന്ന് തങ്ങളുടെ അടയാളങ്ങളെ അവിടെ നാട്ടിരിക്കുന്ന വചനം അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി എന്നാണ് വചനം. ഇതാ അവർ മഴ കൊണ്ടും ചുറ്റിക കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകെപ്പാടെ തകർത്ത് കളഞ്ഞു. അതിൻ്റെ ചിത്രപ്പണി എത്ര മനോഹരമായിരുന്നു, എത്ര നാൾ കൊണ്ട് നിർമ്മിച്ചത്. അവർക്കിതെല്ലാം നശിപ്പിക്കുന്നൊരു സന്തോഷമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈദ്യനോ ഏറെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 7-ാം വാക്യം പറഞ്ഞ്, അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീ വെച്ചു, തിരുനാമത്തിൻ്റെ നിവാസത്തെ അവർ ഇടിച്ച് നിരത്തി അശുദ്ധമാക്കിയെന്ന്. ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഒരു വിശ്വസിക്കുന്ന ദൈവത്തിന് പറ്റുമോ? ദൈവാലയത്തിൽ കയറിയിരുന്ന് കണ്ണുകൾ അടച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിന് ദൈവാലയം ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. ശത്രുവിനോ അശുദ്ധമാക്കാൻ അവർ നോട്ടമിട്ടിരിക്കുന്നതും അത് തന്നെയാണ്. പല ദേവാലയങ്ങളിലും നിലവിളി ഉയരുന്ന കാലം അടുത്തു വന്നിരിക്കുന്നു. പലയിടങ്ങളിലും ക്രൈസ്തവർക്ക് നേരിടുന്ന ആക്രമണം അതെ അഴിച്ചുവിട്ട് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന കാലവും അടുത്തു വന്നിരിക്കുന്നു. ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറുന്ന വചനം നിവൃത്തിയാകുന്ന കാലം ഇതാ അടുത്തു വരുന്നു. അപ്പോഴും വിശ്വസിക്കുന്ന ദൈവ പൈതലെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥന തടസ്സമില്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഒന്ന് മനസ്സിലാക്കാൻ ദൈവമക്കളെ, ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. സത്യം. നാം അവരെ നശിപ്പിച്ച് കളയുക എന്ന് അവർ ഉള്ളം കൊണ്ട് പറഞ്ഞു. ശത്രു പറയാണ്, ദേശത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ ലോകം നേരിടാനിരിക്കുന്നത് ഏറ്റവും വലിയ കഷ്ടങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ നടുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ സന്ധിയിൽ നല്ലൊരു സാക്ഷിയെ തീരുവാൻ കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എൻ്റെ കർത്താവേ, ക്രൈസ്തവ ലോകം നേരിടാനിരിക്കുന്ന മഹാകഷ്ടങ്ങൾ എത്രയോ വലുതാകുന്നു കർത്താവേ. ഈ സമയത്ത് എല്ലാ അഭിഷക്തന്മാരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അവിടുത്തെ കരം നിൻ്റെ മക്കൾക്ക് തുണയായി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിന് പ്രസാദകരമാകുന്ന വിധി ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നിറവേറുമല്ലോ കർത്താവേ, വചനം നിറവേറുമല്ലോ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം മാറുകയല്ലല്ലോപ്പാ. അതേ കർത്താവേ, ക്രൈസ്തവ ലോകം നേരിടാനിരിക്കുന്ന കഷ്ടങ്ങൾ എത്രയോ വലുതാണ്. ഇതിൻ്റെ നടുവിൽ ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിനായി തീരുവാൻ വിശ്വാസത്തിൽ നിന്റെ മക്കൾ ബലപ്പെടുവാൻ ഇടയാക്കണേ. ആത്മധൈര്യം കൊടുത്ത് നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. നെഹമ്യാ പ്രവാചകനിലൂടെ അതേ കർത്താവെ, ജനത്തെ ബലപ്പെടുത്തിയതുപോലെ ധൈര്യപ്പെടുത്തിയതുപോലെ കർത്താവെ, വിശ്വസിക്കുന്ന മക്കളെ ദൈവം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും അത് കർത്താവിന് വേണ്ടി ആയിത്തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദൈവാലയങ്ങളെയും കർത്താവ് കാത്തുകൊള്ളണമേ. ശുശ്രൂഷകരെ എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണമേ. വിശ്വാസികളെ എല്ലാവരെയും ദൈവം കാത്തുകൊള്ളണമേ. എൻ്റെ കർത്താവെ, കർത്താവ് നൽകുന്ന നാളുകളൊക്കെയും കർത്താവെ, അങ്ങേക്ക് വേണ്ടി ഓട്ടം തികയ്ക്കുവാൻ, ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ സ്തോത്രം. അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്തി സമയത്തടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് കൃപയാൽ നിറയ്ക്കണമേ. ആത്മാവി ബലപ്പെടുത്തണമേ കർത്താവെ. ഭയം കൂടാതെ എൻ്റെ കർത്താവിന് വേണ്ടി അവസാന ശ്വാസം എടുക്കുന്നത് വരെയും കർത്താവിന് വേണ്ടി പ്രസംഗിക്കുവാൻ, സാക്ഷീകരിക്കുവാൻ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേലകളെയും കർത്താവ് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ.
കൃപയോടെ കേൾക്കണമേ. ആമേ. സ്തോത്രം.